ഹലോ ഫ്രണ്ട്സ്, കുറച്ച് നാൾ മുമ്പ് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സ്ക്രാപ്പിൽ നിന്നും ഒരു പുതിയ PC എങ്ങനെ ബിൽഡ് ചെയ്തെടുക്കാം എന്നുള്ള ഒരു വീഡിയോ. ആ വീഡിയോക്ക് അത്യാവശ്യം വ്യൂസ് കിട്ടിയത് കൊണ്ട് തന്നെ നമ്മൾ അതിന്റെ സെക്കൻഡ് പാർട്ട് ഇടാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു സീരീസ് അല്ലെങ്കിൽ ഈ കുറച്ച് വീഡിയോസ് കണ്ടു കഴിയുമ്പോൾ നിങ്ങളൊരു PCയിൽ സ്പെക്ക് സെലക്ട് ചെയ്യാനും അതിലേക്ക് അത് അസംബിൾ ചെയ്യാനും അതിലേക്ക് വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ മനസ്സിലായിരിക്കും. സോ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. നമ്മൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ PCയുടെ പാർട്സ് എല്ലാം കൂടെ കണ്ടുപിടിച്ച് അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തിരിക്കാം, ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ പാർട്സ് എല്ലാം കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം അതൊന്ന് അസംബിൾ ചെയ്തിട്ട് അതിലേക്ക് വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യണം. ഇത്രയും പരിപാടികളാണ് ഇനി നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും പാർട്സ് ഒന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Everything I do so instinctive and so passionate. Every word I move so descriptive like an adjective. I got a vendetta against people who patented being negative when you should be getting after it. I got facts over tracks, this and that. Spitting slow, spitting fast. I could roast, I could gas. Think I'm okay at last, but I don't know if that can erase all the past. And the pettiness, a reflection of the emptiness. നമ്മളുടെ ക്ലീനിങ്ങും അതുപോലുള്ള പരിപാടികളൊക്കെ ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം ഇതൊക്കെ ഒന്ന് അസംബിൾ ചെയ്യാന്നുള്ളതാണ്. സോ നമുക്ക് അസംബിൾ ചെയ്യാം. നമ്മളിപ്പോൾ ആൾറെഡി പ്രൊസസ്സർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇടാനുള്ളത് റാം ആണ്. അപ്പോൾ നമുക്ക് റാം ഇതിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കിതിൽ CPU ഫാനും കൂടെ വച്ചിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്കിത് ഒരു സെറ്റായിട്ട് നമ്മുടെ PCയിലോട്ട് ഇടാം. അപ്പോൾ അടുത്ത് നമ്മൾ നമ്മുടെ കൂളിംഗ് ഫാനാണ്, പ്രൊസസ്സറിൻ്റെ കൂളിംഗ് ഫാനാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സാധാരണ നമ്മൾ തെർമൽ പേസ്റ്റ് വെച്ചതിന് ശേഷം, തെർമൽ പേസ്റ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളിത് വയ്ക്കാറുള്ളൂ. ഇത് പഴയ CPU ആയതുകൊണ്ട്, അതുപോലെ പഴയ CPU ഫാൻ ആയതുകൊണ്ടും നമ്മുടെ കയ്യിൽ തെർമൽ പേസ്റ്റ് ഇല്ലാത്തതുകൊണ്ടും ഫ്രീ ആയിട്ട് വയ്ക്കുകയാണ്. പിന്നെ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ പോകുന്നില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിതിൻ്റെ മുകളിൽ തന്നെ നമ്മുടെ കണക്ട് ചെയ്യാനുള്ള ഒരു സ്ലോട്ടും കൂടെ കാണാൻ പറ്റും. അവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സംഭവം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതങ്ങ് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ അടുത്ത പരിപാടി നോക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ക്യാബിനറ്റിലേക്ക് നമ്മുടെ SMPS സെറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ SMPS സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ ക്യാബിനറ്റിൻ്റെ ഈ ഭാഗത്താണ് നമ്മൾ സാധാരണ SMPS സെറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മുടെ ക്യാബിനറ്റിൻ്റെ നമ്മുടെ SMPS എടുത്തതിന് ശേഷം നമ്മുടെ ക്യാബിനറ്റിൻ്റെ അടിയിലോട്ട് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഫ്രണ്ടിലെ ഭാഗത്ത് സ്ക്രൂ ചെയ്യാനുള്ളതാണ്. നമ്മളിപ്പോൾ പഴയ പാർട്ട് എടുത്തുകൊണ്ട് നമ്മുടെ കയ്യിൽ സ്ക്രൂ ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. ഇതിന് ശേഷം നമുക്കൊരു 12 പിൻ വയർ ഉണ്ട്, അത് ഒന്ന് ജസ്റ്റ് മുകളിലോട്ട് ഇട്ടിരിക്കുക, മദർ ബോർഡിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് മദർ ബോർഡിലോട്ട് SMPSൽ നിന്ന് 2 വയറാണ് മെയിനായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അതിലുള്ള 2 എണ്ണം എന്ന് പറഞ്ഞാൽ നമ്മുടെ SMPSൽ നിന്ന് ഉള്ള ഈ 12 പിൻ വയറും അതുപോലെ തന്നെ നമ്മുടെ പ്രൊസസ്സറിന് വേണ്ടിയിട്ട് പവർ സപ്ലൈ ചെയ്യുന്ന ഒരു വയറും കൂടെയാണുള്ളത്. ഈ 2 വയറാണ് നമുക്ക് മെയിനായിട്ട് മദർ ബോർഡിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മെയിൻ വയർ നമ്മൾ ജസ്റ്റ് മുകളിലോട്ടൊന്ന് എടുത്തിടാണ്. അപ്പോൾ ഇനി നമ്മുടെ ഈ മദർ ബോർഡ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് ജസ്റ്റ് ഒന്ന് അതിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം ഒന്ന് സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്യുക. അതാണ് നമ്മുടെ അടുത്ത പരിപാടി. അപ്പോൾ ഇതാണ് നമ്മുടെ 12 പിൻ വയർ എന്ന് പറയുന്നത്. ഈ വയർ ജസ്റ്റ് ഒന്ന് നമ്മുടെ അവിടെ 12 പിന്നായിട്ട് നമുക്കൊരു സെറ്റ് കാണാൻ പറ്റും. അവിടെ ഒന്ന് ജസ്റ്റ് ഇറക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ടക്ക് എന്നുള്ളൊരു സൗണ്ട് കേട്ടതിന് ശേഷം അതവിടെ ഫിറ്റായിരുന്നുള്ളും, നമുക്ക് വേറെ പണിയൊന്നുമില്ല. ഇനി നമുക്ക് മെയിനായിട്ട് പ്രൊസസ്സറിൻ്റെ പവറാണ് നമുക്കിനി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ബാക്ക് സൈഡിൽ കൂടെ നമ്മുടെ പ്രൊസസ്സറിൻ്റെ വയർ ഒന്ന് ജസ്റ്റ് എടുക്കണം.
ഇതാണ് നമ്മുടെ പ്രൊസസ്സറിൻ്റെ വയറെന്ന് പറയുന്നത്. ഒരുപാട് സ്ഥലത്ത് പൊട്ടിയതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇത് പഴയതായതുകൊണ്ടാണ്. ഇങ്ങനെ നമ്മൾ ലോങ് ടൈമിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ല ജസ്റ്റ് ഉണ്ടാക്കുന്നത്. എന്നാലും ലോങ് ടൈമിന് ഉണ്ടാക്കുന്ന ആളുകളാണെങ്കിൽ ജസ്റ്റ് ഇൻസുലേഷൻ ചെയ്തതിന് ശേഷം മാത്രമേ ജസ്റ്റ് ഇതിലിട്ടൊന്ന് കണക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇൻസുലേഷൻ ചെയ്യാതെ തന്നെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് സാറ്റ കേബിളാണ്. സാറ്റ കേബിൾ നമുക്ക് ഹാർഡ് ഡ്രൈവിലോട്ടാണ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഇത് കണക്ട് ചെയ്യാൻ വളരെ സിമ്പിളാണ്. നമുക്കൊരു കണക്ട് ചെയ്യേണ്ട ആ ചെറിയ പോർട്ടിൽ ഒരു പാറ്റേൺ കാണാൻ പറ്റും. ആ പാറ്റേൺ തന്നെ നമ്മുടെ കേബിളിലും കാണാൻ പറ്റും. ആ പാറ്റേണിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് ഒന്ന് കയറ്റി വെച്ച് കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മുടെ ഹാർഡ് ഡിസ്കിലോട്ട് പവർ സപ്ലൈ ചെയ്യുന്ന വയറും അതേ സെയിം പാറ്റേണിലാണ്. അതും ജസ്റ്റ് അതുപോലെ ഒന്ന് നോക്കിയതിന് ശേഷം ആ പാറ്റേൺ അനുസരിച്ച് ഒന്ന് കണക്ട് ചെയ്താൽ മതി. ജസ്റ്റ് ലോജിക്ക് വെച്ച് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ പാറ്റേൺ ആണ് ഇതിൽ വെച്ചിട്ടുള്ളത്. സോ ഇത് തന്നെ നമ്മുടെ മദർ ബോർഡിലും ഈ സാറ്റ കേബിൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ മതി. നമ്മുടെ മദർ ബോർഡിലെല്ലാം കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് സ്ക്രൂ ചെയ്താണ് വെക്കേണ്ടത്. നമ്മളിപ്പോൾ സ്ക്രൂ ചെയ്യാതെ ജസ്റ്റ് അങ്ങ് സെറ്റ് ചെയ്ത് വെക്കുന്നതേ ഉള്ളൂ. സോ വയറെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് കയറ്റി വെച്ചതിന് ശേഷം നമുക്കിനി 2 വയേഴ്സ് കൂടെ നമ്മുടെ മദർ ബോർഡിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ ക്യാബിനറ്റിൻ്റെ കണക്റ്റേഴ്സാണ്. ഒന്ന് നമുക്ക് ഓഡിയോ ജാക്കിന് വേണ്ടിയിട്ടും രണ്ടാമത്തെ നമ്മുടെ USB കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് നമുക്ക് 2 പോർട്ടുകളുള്ളത്. ഇത് ജസ്റ്റ് ഒന്ന് നമ്മുടെ മദർ ബോർഡിലോട്ട് കണക്ട് ചെയ്യണം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ പവർ സ്വിച്ച്, അതുപോലെ തന്നെ റീസ്റ്റാർട്ട് സ്വിച്ച്, ഇനി ഇതിൻ്റെ 2ൻ്റെ ഇൻഡിക്കേറ്റേഴ്സ്, ഇങ്ങനെയുള്ള ഒരു 4 കണക്റ്റിംഗ് വയേഴ്സ് കൂടെ നമുക്ക് മദർ ബോർഡിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പിൻസ് മദർ ബോർഡിൽ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ 3 നമ്മൾ ഇപ്പുറത്തെ സൈഡിലോട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 3 മദർ ബോർഡിൽ കണക്ട് ചെയ്യാം. നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ ഓഡിയോ, USB എന്നൊക്കെ പറഞ്ഞിട്ട് മദർ ബോർഡിൽ കണക്ട് ചെയ്യാനുള്ള പോർട്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇനി നമ്മുടെ പവർ സ്വിച്ച്, അതുപോലെ റീസ്റ്റാർട്ട് സ്വിച്ചൊക്കെ നമുക്ക് കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഇവിടെ താഴെ ഒരു വെള്ള പിന്നിൽ നമുക്ക് ഒരു മദർ ബോർഡിൻ്റെ റൈറ്റ് സൈഡിലെ ബോട്ടം കോർണറിൽ നമുക്ക് കാണാൻ പറ്റും. അതും വളരെ സിമ്പിളായിട്ട് മദർ ബോർഡിൽ തന്നെ നമുക്ക് മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും എവിടേക്ക് എന്തൊക്കെ കണക്ട് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ നമ്മൾ നമ്മുടെ ക്യാബിനറ്റിൻ്റെ പവർ സ്വിച്ചിലോട്ടുള്ള വയർ മാത്രമേ ഇപ്പോൾ കണക്ട് ചെയ്യുന്നുള്ളൂ. അത് എന്തിനാണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. കാരണം നമ്മളിത് അടുത്ത വീഡിയോയിലാണ് ഈ PC ഒന്ന് വർക്ക് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനാണ് നമ്മൾ ഇത് ഇങ്ങനെ കൊടുത്തിട്ടുള്ളതെന്ന്. Got facts over tracks, isn't that spitting slow, spitting fast, I could roast, I could gas, think I'm okay at last, but I don't know if that can erase all the past and the pettiness, a reflection of the emptiness, hilarious, you think you're worth my time, you're delirious, mysterious, because you hide behind a fake exterior, inferior, you know I'll always be a bit superior, get off of me. അടുത്തതാണ് നമ്മളെ മെയിൻ സ്റ്റെപ്പ്, വിൻഡോസ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത്. വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത് അത്യാവശ്യം വലിയൊരു സ്റ്റെപ്പ്. നമ്മൾ ഇത്രയും നേരം ചെയ്തതിൽ വെച്ച് കുറച്ച് വലിയ സ്റ്റെപ്പ് ആയതുകൊണ്ട് നമ്മൾ അതിനൊരു സെപ്പറേറ്റ് വീഡിയോ ആക്കി ഇടാമെന്ന് വിചാരിക്കുകയാണ്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ.